ലോകത്തിന് പുതിയ ഭീഷണിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന എംപോക്സ് രോഗത്തിന് വാക്സിൻ കണ്ടുപിടിക്കുവാനുള്ള പരീക്ഷണം പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുകയാണെന്ന് കമ്പനി സിഇഒ അദാർ പുനെവാലെ. അടുത്തിടെയാണ് ഈ രോഗത്തെ ഏറെ സൂക്ഷിക്കേണ്ടതാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്. ഏകദേശം 1 ഡസനിലധികം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുട്ടികളിലടക്കം എംപോക്സ് പടർന്നിട്ടുണ്ട്. ഇതിനുള്ള വാക്സിൻ ആവശ്യത്തിന് ലഭ്യമല്ല. ഈ സാഹചര്യത്തിലാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി വാക്സിൻ വികസിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ആഗോളതലത്തിൽ ഭീതിയുയർത്തിയ എംപോക്സ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് ഭീഷണിയാണ്. ഇതാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി വാക്സിൻ നിർമ്മിക്കാനിറങ്ങിയത്. ഇതിന്റെ പരീക്ഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 1 വർഷത്തിനുള്ളിൽ തന്നെ മികച്ച ഒരു വാക്സിൻ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പുനെവാല പറഞ്ഞു. രോഗം പിടിപെട്ടവർ കൂടുതലുള്ള ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലേക്ക് അടുത്ത ആഴ്ച തന്നെ അമേരിക്കയിൽ നിന്നുള്ള വാക്സിൻ എത്തുമെന്നാണ് വിദേശ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 30 ലക്ഷം ഡോസ് വാക്സിനാണ് കോങ്കോയ്ക്ക് ആവശ്യം. അമേരിക്കയ്ക്ക് പുറമെ ഡെൻമാർക്കും ജപ്പാനും എംപോക്സിനെതിരെയുള്ള വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ എംപോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും വിമാനത്താവളത്തിലും അതിർത്തികളിലും കൃത്യമായ പരിശോധന വേണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ സഫ്ദർജംഗ് ആശുപത്രി, റാം മനോഹർ ലോഹ്യ ആശുപത്രി, ലേഡി ഹാർഡിംഗെ ആശുപത്രി എന്നിവിടങ്ങളിൽ എംപോക്സ് പിടിപെട്ടവരെ ചികിത്സിക്കാൻ പ്രത്യേക ക്വാറന്റീൻ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ ഉൾപ്പെടെ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിതെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. തീവ്രത കുറവാണെങ്കിലും 1980-ൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി.